ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവൃക്ഷമേടിയിലേക്ക് സ്വാഗതം. അവർക്കും ഈശ്വര കൃപയും സമാധാനവും. നമ്മുടെ ജീവിതം ഒരു പ്രത്യാശയിലേക്ക് മെഴിയുയർത്തുന്നതാണ്. ഒരു ഭാവി ജീവിതത്തെ, അനശ്വരമായ ഒരു ജീവിതത്തെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു വിമർശനം അത് തന്നെയാണ്. ജീവിക്കുന്ന കാലത്തെക്കുറിച്ചല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്ന കാലത്ത് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് മരണശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വാസ്തവത്തിൽ ഉദ്ധാനം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമുള്ളൊരു കാഴ്ചപ്പാടല്ല. മരണാനന്തര ജീവിതം എന്ന് പറയുന്ന മൂല്യവത്തായ ഒരു കേന്ദ്രത്തിലേക്ക് നമ്മുടെ ഭൗതിക ജീവിതക്രമത്തെ എങ്ങനെ ചേർത്ത് വയ്ക്കാൻ കഴിയുമോ അത്രത്തോളം ഭൗതിക ജീവിതത്തിനകത്ത് ഉദ്ധാനത്തിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ യഥാർത്ഥത്തിൽ കേവലമായി ഒരു സ്വപ്നമായി നിലനിൽക്കേണ്ട കാര്യമല്ല. ഒരു ഭാവി ജീവിതം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിന് മുന്നോടിയായുള്ള ഈ ജീവിതം ആ ഭാവി ജീവിതത്തെ പ്രാപിക്കാൻ തക്കവിധമുള്ളതാക്കി മാറ്റണം എന്ന ഒരു പ്രയോഗ സാധ്യത അതിനകത്തുണ്ട്. നാം ഇന്ന് ആയിരിക്കുന്ന പോലെ ആയിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന് പല പടവുകളുമുണ്ട്. നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഈ ലോകത്തെ ഒന്നും അറിയാത്ത ഒരു നാൾ നമുക്കുണ്ടായിരുന്നു. ആ നാളുകളിൽ യഥാർത്ഥത്തിൽ നമുക്ക് കണ്ണിന്റെ ആവശ്യമില്ല, കാതിന്റെ ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം ദഹിപ്പിക്കുന്ന ദഹന വ്യവസ്ഥ വേണ്ട, നമുക്കൊന്നുമേ ആവശ്യമില്ല. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഇവയൊന്നും നമുക്ക് വേണ്ട. പക്ഷേ നാം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴും നമുക്ക് കണ്ണുകൾ രൂപപ്പെടുന്നുണ്ട്, കാതുകൾ രൂപപ്പെടുന്നുണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഭാവി ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ ഗർഭാവസ്ഥയിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അതിനു മുൻപേക്ക് പോയാലോ, അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിനകത്ത് അവരുടെ ജീവസത്തായി നാം ഊറിക്കൂടിയിട്ടുണ്ട്. അവർക്ക് മുമ്പ് അവരുടെ മാതാപിതാക്കളിൽ അങ്ങനെ ഊറിക്കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിമിഷം കൊണ്ടല്ല ഈ ഭൂമിയിൽ നാം ജനിക്കുന്നത്. ഭൂമിയിൽ നാം ജീവിക്കുന്നത് ഒരു മുൻ ജീവിതത്തെ മുൻനിർത്തിയാണ്. ഭൗതിക ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലേക്ക് നാം എത്തുന്നത് ഇങ്ങനെ പടവുകൾ കയറിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഭാവി ജീവിതം ഉണ്ടാകുമെന്ന് പറയുന്നത് തീർത്തും യുട്ടോപ്യനായ ഒരു കാര്യമല്ല. അത് സബ്ജക്റ്റീവായ കാര്യമാണ്. അതുകൊണ്ട് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ വെച്ച് പരിശോധിക്കുന്ന ശാസ്ത്രീയ രീതികൾ കൊണ്ട് കണ്ടെത്താവുന്നതല്ല. പക്ഷെ നിഗമനങ്ങളിലെത്താൻ കഴിയും. വിശ്വാസം എപ്പോഴും ബോധ്യതലത്തിലുണ്ടാകുന്ന കാര്യമാണ്. ആ ബോധ്യതലത്തിൽ നമ്മുടെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഭാവി ജീവിതം നമുക്കുണ്ട്, പ്രത്യാശയുടെ ഒരു ജീവിതം നമുക്കുണ്ട്, ദൈവസന്നിധിയിൽ അപ്രകാരം ഒരു ജീവിതം നമുക്കുണ്ടെന്നും അവരെ മുഖാമുഖം കാണാമെന്നും അവിടെ നാം പരിപൂർണത പ്രാപിക്കും എന്നുമുള്ള ബോധ്യം ഈ ലോക ജീവിതത്തെ മുഴുവൻ പരിവർത്തിപ്പിക്കാൻ പര്യാപ്തമാണ്. ഭൗതിക ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവനും അങ്ങനെ ക്രിസ്തുവിൽ പരിവർത്തിതമാക്കേണ്ടതുണ്ട്. അനശ്വരമായ ജീവിതത്തിലേക്കുള്ള നമ്മുടെ കടന്നുപോകൽ ഭൗതിക ജീവിതത്തിന്റെ അനുഭവതലങ്ങളെ കൂടി ഉൾച്ചേർത്തിട്ടാണ് രൂപപ്പെടുക എന്ന ബോധ്യം ജീവിതത്തെ നിരന്തരം പരിഷ്കരിക്കാനും നവീകരിക്കാനും നമുക്ക് ശക്തി നൽകും. എന്നാൽ ഉദ്ധാനത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് കേവലമായി മരണാനന്തരമുള്ള ഒരു ജീവിതം മാത്രമല്ലെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി ഉദ്ധിതനിൽ പങ്കുചേരുക വഴി ഭൗതിക ജീവിത യാഥാർത്ഥ്യമായി മാറേണ്ട ഒരു കാര്യമാണെന്നും എത്രത്തോളം നമ്മൾ തിരിച്ചറിയുന്നുവോ അത്രത്തോളം നമ്മുടെ ഭൗതിക ജീവിതം ഒരു ആത്മീയ ജീവിതമായിട്ട് മാറും. ഈ ലോക ജീവിതം ഉയർപ്പിന്റെ ജീവിതമായിട്ട് മാറും. ക്രൈസ്തവ ധാര ധാർമ്മികത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉദ്ധിതനോടൊപ്പം ജീവിക്കാനാണ്. കൊളോസ്യർ 2:20 പറയുന്നുണ്ടല്ലോ, പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കാൻ ഉന്നതങ്ങളിലുള്ളവയെ നോക്കുവിൻ, ഉദ്ധിതനായി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരുവനിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ലോക ജീവിതത്തിന്റെ കഷ്ടതകളെയും ഈ ലോക ജീവിതത്തിന്റെ ഞെരുക്കങ്ങളെയും പരിമിതികളെയും മറികടക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഉദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണ്.
നമ്മളിപ്പോൾ ഉദ്ധാനത്തിന്റെ നാളുകളിലാണ്. ഉദ്ധാനത്തിന്റെ നാളുകളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ പറയുന്നു. അത് വിശ്വാസമാണെന്ന് പറയുന്നു. വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾക്ക് പലപ്പോഴും യേശുവിന്റെ ഉദ്ധാനത്തിൽ വിശ്വാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഉദ്ധാന ജീവിതത്തിന്റെ ലക്ഷണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വേർപിരിഞ്ഞാൽ അയാൾ ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിപ്പോഴും ഇല്ല. അതൊരു സ്വപ്നം പോലെ വിശ്വാസം പോലെയൊക്കെ കാണുമെന്നല്ലാതെ ദൈവസന്നിധിയിലാണ്, നിത്യജീവനിലാണ് പങ്കുചേരുന്നത്, ഉദ്ധാനമുണ്ട് എന്ന് നമുക്ക് ബോധ്യമായിട്ടില്ല. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 12 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉദ്ധിതനായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തു ഉദ്ധിതനായിട്ടുണ്ടെങ്കിൽ മരിച്ചവർക്ക് ഉദ്ധാനമുണ്ട് എന്ന് അംഗീകരിക്കണം. കൊരിന്ത്യർ ലേഖനം പറയാണ്, മരിച്ചവർക്ക് ഉദ്ധാനമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. യേശുക്രിസ്തു ഉദ്ധിതനാണ് എന്ന് വന്നാൽ മരിച്ചവർക്ക് ഉദ്ധാനമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, സൗഹൃദ വലയങ്ങളിൽ നിന്നൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയവരുണ്ട്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവിക ജീവനിൽ പങ്കുചേരാനുള്ള അവസരമാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സംഭവിക്കുക എന്ന കാര്യം നാം ഒരു വിശ്വാസമായിട്ട് പറയുന്നു, എങ്കിലും ഹൃദയത്തെ അത് ബാധിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി തോന്നാത്ത ചില കാര്യങ്ങളെ വിശ്വാസം എന്ന പേരിൽ പരിണത്ത് വെച്ചിട്ട് ജീവിതം വേറൊന്നായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസവും ജീവിതവും തമ്മിൽ അകലമുണ്ടാകുന്നു. അതുകൊണ്ട് ഒരാൾ മരണപ്പെടുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ അയാൾ നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ അയാളുടെ ഉദ്ധാനാവസ്ഥയെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവർ ഉദ്ധിതരാകുമെന്നും ദൈവസന്നിധിയിൽ അവർ സ്വീകാര്യരാകുമെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് മൂലം നമ്മൾ നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയാണ്. യേശു മരിച്ചവരിൽ ഉയർത്തു എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് ഉദ്ധാനമുണ്ടെന്ന് വിശ്വസിക്കണം, അവർ ദൈവസന്നിധിയിലാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഉദ്ധിതരാകുന്നവരാണ് നമ്മളെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉദ്ധാന മഹത്വത്തിന് യോജിച്ച വിധമുള്ള ഒന്നാക്കി മാറ്റാൻ നമുക്ക് പറ്റുക. 1 കൊരിന്ത്യർ 15-17 പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് പാപകരമായ സാഹചര്യങ്ങളെ, ക്രിസ്തു നിഷേധത്തെ, നിരാസത്തെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്നത്? അതിന് മൂല കാരണമായിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ്. നാം ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് എന്ന ബോധ്യമില്ലായ്മയാണ്. യേശുക്രിസ്തുവിലാകുന്ന ഒരാൾ ഉദ്ധാനത്തിന്റെ ജീവിതം ആരംഭിക്കണം. ഇത് മരണശേഷം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായി മാറ്റിവെക്കേണ്ട കാര്യമല്ല. ജീവിതത്തിനകത്ത് ഉദ്ധിതന്റെ ഭാവങ്ങൾ ധരിക്കുകയും ഉദ്ധാന മഹത്വത്തിന്റെ പങ്കുകാരായി ജീവിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. മരണശേഷം ഒരു ഉദ്ധാനമുണ്ട് എന്ന കേവല പ്രതീക്ഷയിൽ ഭാവി ലോകത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമായി മാത്രമല്ല ഉദ്ധാനത്തെ കാണേണ്ടത്. അതൊരു ജീവിത യാഥാർത്ഥ്യമായി, ഒരു ജീവിത നിലപാടായി, ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ അടിപ്പടവായി കൂടെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിനകത്ത് ഉദ്ധിതന്റെ ഭാവങ്ങൾ ധരിക്കാൻ പറ്റുക, ഉദ്ധാനത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നവരായി ജീവിക്കാൻ പറ്റുക. നമുക്ക് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉദ്ധിതനുമായി പങ്കുകാരല്ല നമ്മൾ എന്ന് കാണേണ്ടി വരും. അവന്റെ മഹത്വത്തിൽ ഭാഗവാഹിത്വം ഇല്ലാത്തവരായിട്ടാണ് നാം ജീവിക്കുന്നതെന്ന് കാണേണ്ടി വരും. ഈ ലോകത്തെ എപ്പോഴും ക്ലേശങ്ങളുടെയും സങ്കടങ്ങളുടെയും പരിതാപങ്ങളുടെയും ലോകമായി നാം തിരിച്ചറിയുന്നതിന് കാരണം നമുക്കിതിനകത്തു നിന്ന് വിമോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല. ഒരാൾ വിമോചിതനാകുക എന്നാൽ അയാൾ ആത്മീയമായ വിമോചനം കൊണ്ട് ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിതനായി ജീവിക്കണം. ഭൗതിക യാഥാർത്ഥ്യങ്ങൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, നമുക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങൾ, അപമാനങ്ങൾ, ജീവിതത്തിന്റെ വ്യതകൾ, സാമൂഹ്യ ബന്ധങ്ങളുടെ പരിമിതികൾ, അവയിലൊക്കെ കുടുങ്ങി ഈ ലോകത്തിൻ്റെതെന്ന മട്ടിൽ നാം ജീവിക്കുകയും ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഉദ്ധിതൻ അപ്രസക്തനാകുന്നു. മരണാനന്തര ജീവിതം എന്ന് പറയുന്നതിനെ കേവലം ഒരു മിഥ്യാപ്രതീക്ഷയാക്കി മാറ്റിവെക്കുന്നു. ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയാത്തവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നു. എങ്ങനെയായിരിക്കും ഉദ്ധാനത്തിന്റെ ജീവിതം? പൗലോസ് പറയുന്നുണ്ട്, അത് ഒരു ഗോതമ്പ് മണി നിലത്ത് നടുന്നത് പോലെയാണ്, അതിൽ നിന്നൊരു സസ്യം മുളയ്ക്കുന്നത് പോലെയാണ്.
സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങളുണ്ട്, പല ശരീരങ്ങൾക്കും വ്യതിരിക്തതയുണ്ട്. അപ്പോൾ ആ ശരീരം എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുക എന്നത് നമ്മുടെ ഭൗതികമായ കണക്കൂട്ടലുകൾ കൊണ്ട് സാമാന്യഗതിയിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. യെശയ്യാ 26:19 പറയാണ്, അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും, പൊഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷ കീർത്തനം ആലപിക്കുവിൻ. ഈ ജീവിതത്തിന്റെ പരിമിതാവസ്ഥകളിൽ നിന്ന് ഉദ്ധിതമാകുന്ന ഒരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രവാചകനിലൂടെ പറയാണ്. ഉദ്ധാനം സംഭവിക്കുന്നത് ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനത്തോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഉയർപ്പിൻ്റെതായിട്ട് മാറും. നമ്മളെപ്പോഴും ജീവിക്കുന്നത് പാപകരമായ ഒരു ചുറ്റുപാടിലാണ്, ലോകത്തിന്റെ വ്യതകൾക്കകത്താണ്. അങ്ങനെ ലോകത്തിന്റെ വ്യതകൾക്കകത്തും പരിമിതികൾക്കകത്തും പാപങ്ങൾക്കകത്തുമൊക്കെ കുടുങ്ങിപ്പോകുന്ന ജീവിതത്തെ അവിടെ നിന്ന് പുറത്തു കിടത്താൻ കഴിവുള്ള ഒരുവനാണ് ദൈവമെന്ന് വചനം നമ്മോട് പറയാണ്. റോമർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം പറയാണ്, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ട് എങ്കിൽ നിങ്ങൾ നീതി നിമിത്തം ജീവിക്കും. നമ്മുടെ അകത്ത് യേശു ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ഉദ്ധിതനുമായി ഐക്യം ചേരുന്നൊരു ജീവിതം നയിക്കാൻ കഴിയുക. നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമായിരിക്കാം, പക്ഷേ നിങ്ങളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ നീതി നിമിത്തം ജീവിക്കും. 11-ാം തിരുവചനം പറയാണ്, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരത്തിനും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ പുതുജീവൻ പ്രദാനം ചെയ്യും. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. വിശ്വാസത്തിനകത്ത് നാം ഏറ്റുപറയുന്ന കാര്യമാണത്. ആത്മാവ് നമ്മിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ദൈവാത്മാവ് നമ്മിൽ ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഭൗതിക പരിമിതികളെ മറികടന്ന് ഉദ്ധിതന്റെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ച ആ ആത്മാവിന്റെ ശക്തി നമ്മളെയും ഉദ്ധിതരാക്കും. അപ്പൊ ഉദ്ധാനത്തിന്റെ ഒരു ജീവിതം നമുക്കുണ്ടാകണം. ജീവിതത്തിനകത്ത് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. കുറവുകളും പോരായ്മകളൊക്കെ ഉള്ളവരാണ് നമ്മൾ, പാപത്തിൽ പെട്ടുപോയവരാണ് നമ്മൾ, വീണു പോകുന്നവരാണ് നമ്മൾ. അങ്ങനെ വീണു പോകുമ്പോഴും അത് അവസാനമല്ലെന്നും ഈ വീഴ്ചകൾക്കകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് കഴിയുമെന്നും ആത്മീയമായും ഭൗതികമായും നമ്മുടെ തകർച്ചകളും വീഴ്ചകളും എന്നേക്കുമുള്ളതല്ലെന്നും ക്രിസ്തു നമ്മിലുണ്ട് എന്ന് ബോധ്യം നമുക്കുണ്ടാകണം. കൊളോസ്യർ 1:27 പറയുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശയായവൻ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ്, എന്റെ കുറവുകളിലും പരിമിതികളിലും അവൻ എന്റെ അകത്തുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിൽ ഉദ്ധിതമാകുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് പ്രത്യാശയോടെ ചിന്തിക്കാൻ കഴിയുക. ഇനി ഉദ്ധാനത്തിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും ആ ജീവിതം? ഭൂമിയിൽ തന്നെ ഉദ്ധിതനായി ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ജീവിക്കുന്നു. യേശുവിന്റെ മരണത്തോട് സമീകരിക്കപ്പെട്ടു, അവനെ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ മാമോദീസയിൽ സംസ്കരിക്കപ്പെട്ടു. നമ്മൾ ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനായി വിളിക്കപ്പെടുന്നു. റോമർ ലേഖനം 6-ാം അധ്യായം 3-4 തിരുവചനം നമ്മോട് പറയാണ്, അങ്ങനെ ഉദ്ധിതനോടൊപ്പം ഉള്ളൊരു ജീവിതം നയിക്കാനാണ് നാം വിളിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, ഉദ്ധിതന്റെ ജീവിതം ഭൗതിക ലോകത്ത് ഈ സാധാരണത്വത്തിനകത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? 3 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ധാനത്തിന്റെ മഹത്വപൂർണമായ അവസ്ഥയിൽ നമുക്ക് കണ്ടുമുട്ടാനാകുക. 3 കാര്യങ്ങളാണ്: അക്ഷയത്വം, ലഘുത്വം, ദീപ്തം. അക്ഷയത്വം, ലഘുത്വം, ദീപ്തം എന്ന് 3 ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകണം. യേശുവിന്റെ ശരീരത്തിന് ഈ 3 ഭാവങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അക്ഷയമാകുന്നു, ജീർണിച്ചു പോകുന്നില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല, അവൻ ജീർണിക്കുന്നില്ല. രണ്ടാമത്, അത് ഭാരരഹിതമാകുന്നു. ക്രിസ്തു അടഞ്ഞുകിടക്കുന്ന വാതിലിനകത്തൂടെയാണ് അകത്ത് പ്രവേശിക്കുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തെ നമുക്കത് കാണാം. അടഞ്ഞു കിടക്കാണ് വാതിൽ, അതിന് നടുവിലൂടെ യേശു കടന്നകത്തേക്ക് വരുന്നു. ലഘുത്വം ഉണ്ടാകുന്നു. മൂന്നാമത്, ദീപ്തമാകുന്നു, പ്രകാശമാനമാകുന്നു. സ്വർഗാരോഹണ സമയത്തൊക്കെ നമുക്ക് കാണാം, ഉദ്ധിതൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നു, ഭാരരഹിതനായി അവൻ ആരോഹണം ചെയ്യപ്പെടുന്നു. എന്താണ് ഇപ്രകാരം അക്ഷയത്വം, ലഘുത്വം, ദീപ്തം എന്നീ 3 ഭാവങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് സാധ്യമാകുക? ഒരു മരണാനന്തര ജീവിതത്തിൽ സ്വപ്നം കാണുന്ന രീതിയിൽ ധ്യാനാത്മകമായി നാം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഭാവനാപ്രപഞ്ചം അല്ല യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിനകത്ത് അക്ഷയരായി, ലഘുത്വമുള്ളവരായി, ദീപ്തമായ, പ്രകാശിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയുമോ? എങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ പരിമിതികൾക്കകത്ത് അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണം. അപ്പോഴാണ് ഉദ്ധാനത്തിന്റെ ജീവിതം നമുക്ക് ആരംഭിക്കാൻ പറ്റുക. നമ്മൾ ഉദ്ധിതരായത് ക്രിസ്തുവിലാണ്, പക്ഷെ അത് അനുഭവവേദ്യമാകുന്നത് പൂർണ്ണമായ ബോധ്യത്തോടെ
അവനിൽ ആശ്രയിക്കുമ്പോഴും അവനിൽ നിന്ന് ഈ വെളിച്ചം സ്വീകരിക്കുമ്പോഴുമാണ്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന നാം ആത്മാവിന്റെ നിയന്ത്രണത്തിലല്ല പലപ്പോഴും ജീവിക്കുന്നത്, ഭൗതിക താല്പര്യങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഈ ലോകം നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ട് എപ്പോഴും. യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ജയിച്ച് അധികാരിയായവൻ വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റു, അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. ഇത്തരത്തിൽ ക്രിസ്തുവിനെ ഒരു വിശ്വാസബോധ്യമായി സ്വീകരിക്കുമ്പോഴും നമ്മുടെ ജീവിതബന്ധിയായ ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും ജീവിതവും രണ്ടായിട്ട് മാറിപ്പോകുന്നു. അവിടെയാണ് ഇങ്ങനെ അക്ഷയരായി, ലഘുത്വമുള്ളവരായി, ദീപ്ത സ്വഭാവമുള്ളവരായി ഈ ഭൂമിയിൽ പ്രകാശിക്കേണ്ടത് എങ്ങനെയെന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മെ ക്ഷയിപ്പിക്കുന്നത് എന്താണ്? അക്ഷയത്വത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ്? അത് തിരിച്ചറിഞ്ഞാലാണല്ലോ നമുക്ക് മോചനം ഉണ്ടാകുന്നത്. നമ്മെ ക്ഷയിപ്പിക്കുന്നത് നമ്മുടെ ദുഃഖമാണ്, നിരാശയാണ്. എങ്ങനെയാണ് ഈ ദുഃഖവും നിരാശ ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതം സ്വാർത്ഥത്തിൽ കുടുങ്ങിയതാണ്. നമ്മെ അടിമപ്പെടുത്തുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ പറ്റൂ. ഭൗതിക ജീവിതത്തിനകത്ത് ലോകം വെച്ച് നീട്ടുന്ന പ്രശ്നങ്ങൾ നമ്മെ ഭരിക്കുന്നു എന്ന് വന്നാൽ അതിനർത്ഥം നമുക്ക് നമ്മിൽ തന്നെ ഒരു കുടുങ്ങിപ്പോകലുണ്ടെന്നാണ്. 6 തരത്തിലാണ് നമുക്ക് കുടുങ്ങാൻ അങ്ങനെ സാധ്യതയുള്ളത്. ഒന്ന് നമ്മുടെ മനസ്സിന്റെ ഇംഗിതങ്ങളാണ്, അവയ്ക്ക് നമ്മൾ വിധേയപ്പെടുമ്പോൾ. സമ്പത്ത്, സാമൂഹ്യ ബന്ധങ്ങൾ, അവനവൻ ബോധം, ജീവിത ബന്ധങ്ങൾ, അവയ്ക്കകത്തൊക്കെ നമ്മൾ പലപ്പോഴും കുടുങ്ങിപ്പോകും. ഭൗതികതയിൽ ഏത് മേഖലയിലാണോ നമ്മൾ കുടുങ്ങിപ്പോകുന്നത് അതിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ നമുക്ക് സാധ്യമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ് നമ്മെ നിയന്ത്രിക്കുന്നു, മനസ്സിന് വിധേയപ്പെടുന്നു. മൃഗത്തെ സാധാരണ നിയന്ത്രിക്കുന്നത് മൃഗത്തിന്റെ മനസ്സല്ല. മനസ്സിന് വലിപ്പം കുറവാണ് മൃഗത്തിന്. അതിന് സ്വാഭാവിക ബുദ്ധിയുണ്ട്, സ്വാഭാവിക മനസ്സുണ്ട്. പക്ഷേ മനസ്സ് വിശാലമായ ചിന്തയുടെയോ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു തലമല്ല. മനസ്സ് വളരെ ചെറുതാണ്. ശരീരമാണ് വലിപ്പമുള്ളത്. അതുകൊണ്ട് ശരീരം എന്ത് പറയുന്നു അത് മൃഗം ചെയ്യും. ശരീരം ആവശ്യപ്പെടുന്നത് ആ നിമിഷം ചെയ്യും. അതിന് വീണ്ടും വിചാരമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് വഴി വെച്ചാണ് മൂത്രമൊഴിക്കാൻ തോന്നുന്നെങ്കിൽ അത് അവിടെ വെച്ച് മൂത്രം. അതിന് എവിടെ വെച്ചാണോ ലൈംഗികത്വര ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് ചേരും. അതിന് കൂടുതൽ ചിന്തിക്കാനുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ സാഹചര്യം അനുകൂലമാണോ എന്ന് പരിശോധിക്കും. ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പൊ പറ്റില്ല, കൺട്രോൾ, നമുക്ക് നിയന്ത്രണമുണ്ട്. നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കും. മൃഗത്തിന് കോപം വന്നാൽ അത് കോപിക്കും, മനുഷ്യൻ കോപം വന്നാൽ അത് അടക്കിയിട്ട് ചിരിച്ചു കാണിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിലും ഇഷ്ടമുള്ളതുപോലെ കേൾക്കാൻ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നു. ഈ മനസ്സിന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഒരു ആധിപത്യമായി നമ്മുടെ മേൽ വരാം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല വിചാരങ്ങൾ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ മനസ്സ് നമ്മെ കീഴ്പ്പെടുത്തുന്നു എന്നാണ്. മനസ്സ് നിൽക്കുന്നില്ല, അനന്തമായ പാച്ചിലില്ല. ജീവിത വ്യവഹാരങ്ങളിലൊക്കെ ഓടി നടന്ന് എല്ലായിടത്തും ഇടപെട്ട് മനസ്സ് കലങ്ങി മറിയുകയാണ്. എപ്പോഴും മനസ്സിന്റെ സ്വഭാവം ഈ കലങ്ങി മറിയുന്നതിൻ്റെതാണ്, നമ്മെ കീഴ്പ്പെടുത്തുന്നതിൻ്റെതാണ്. ഒരു വിശുദ്ധ വിചാരം ഉണ്ടായാൽ പോലും ഉടനെ അതിനെതിരായ ഒരു പ്രതികൂല ചിന്ത വന്ന് അതിനെ കീഴ്പ്പെടുത്തും. മനസ്സിങ്ങനെ നമ്മളെ ഭരിക്കും. അങ്ങനെ മനസ്സ് നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ മനസ്സിന് കീഴ്പ്പെടും. മനസ്സിന് കീഴ്പ്പെടുമ്പോൾ അത് കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട സ്ഥിതിയിലാണ്. ആത്മാവിന് അതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, ഇച്ഛയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. തിരിച്ചറിവ് എന്ന് പറയുന്ന ആത്മാവിന്റെ പ്രവൃത്തി പലപ്പോഴും സാധ്യമാകാതെ പോകുന്നത് മനസ്സ് ഇപ്രകാരം ആധിപത്യം പുലർത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിനെന്ന് എഫേസ്യ ലേഖനത്തിലും റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിലും വ്യക്തമായി അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. മനസ്സിന്റെ നവീകരണം സംഭവിക്കണം. മനസ്സിന് നവീകരണം സംഭവിക്കുന്നത് ദൈവവചനത്താലാണ്. ദൈവവചനം ക്രിസ്തുവാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം നയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് ഉന്മുഖമാകുമ്പോൾ നമ്മുടെ ചിന്തകൾ ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴാണ് നമുക്ക് ഈ അക്ഷയത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. നമ്മുടെ ചിന്തകൾ ക്രിസ്തു കേന്ദ്രീകൃതമാണോ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമാണോ? നമ്മുടെ ചിന്തകൾ നമ്മെ കേന്ദ്രീകരിച്ചാണ്, ഞാനെന്ന ബോധത്തിൽ നിന്നാണ്.
അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവും ഈ സാഹചര്യവും തമ്മിൽ എങ്ങനെയെന്നും ഈ ജീവിതാനുഭവം ക്രിസ്തുവും തമ്മിൽ എങ്ങനെയെന്നും പരിശോധിക്കാൻ ക്രിസ്തുവിലേക്ക് ഉന്മുഖമാകുന്ന ഒരു ഹൃദയം ഉണ്ടാകണം. പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാൻ കയറിയിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് ജീവിതത്തിന്റെ ഓരോ നിമിഷവും അതുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ജീവിതത്തിനകത്ത് ക്രിസ്തു ഒരു ബോധ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ണാടിയായിട്ട്, കണ്ണട എന്ന് വെച്ചാൽ മുഖം നോക്കുന്നതല്ല, കണ്ണടയായിട്ട് കാഴ്ച നൽകുന്ന ഒന്നായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണ് എപ്പോഴും ക്രിസ്തുവിനെ കാണും. അപ്പൊ ജീവിതാനുഭവങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കാണാൻ കഴിയണമെങ്കിൽ മനസ്സ് ദൈവവചനത്താൽ പൂരിതമാകണം. അത് വചനം കാണാപ്പാഠം പഠിക്കുക എന്നല്ല അതിനർത്ഥം. വചനം കാണാപ്പാഠം പഠിച്ചാൽ അപ്രകാരം ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ബാഹ്യതലത്തിൽ വചനം ഉണ്ടാകും. ആന്തരിക തലത്തിൽ വചനം ഉണ്ടാകാനായിട്ട് വചനം കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. അതൊരു ബോധ്യതലത്തിലെത്തണം. അപ്പൊ അതെങ്ങനെയാ സംഭവിക്കുക? ക്രിസ്തുവിനെ ഹൃദയത്തിന് നാഥനായിട്ട്, അവനിലാണ് ജീവിതം എന്നൊരു ബോധ്യം ഹൃദയം ഉറയ്ക്കണം. അങ്ങനെ നമ്മുടെ മനസ്സ് ഉറയ്ക്കുമെങ്കിൽ, ക്രിസ്തുവിൽ ഉറയ്ക്കുമെങ്കിൽ, അതിന് ധ്യാനമൊക്കെ സഹായിക്കും. പക്ഷെ ധ്യാനം എന്ന് പറയുന്നത് കേവലം മുറിക്കകത്ത് കഥകടച്ചിരുന്ന് ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല. അനുദിന ജീവിത സന്ദർഭങ്ങൾക്കകത്ത് നാം അഭിമുഖീകരിക്കുന്ന ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റണം. വിശക്കുന്നു, ക്രിസ്തു ഉണ്ടാകണം ചിന്തയിൽ. വിശക്കുമ്പോൾ ക്രിസ്തു ചിന്തയിൽ ഉണ്ടാകുമെങ്കിൽ രണ്ട് കാര്യം നമുക്ക് ഓർമ്മ വരും. ഒന്നെന്താണ്? അവനാണ് ജീവന്റെ അപ്പം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് മറ്റുള്ളവർക്ക് അപ്പമായിട്ട് മാറുക ദൗത്യമാണ്. അപ്പൊ ജീവിതത്തിനകത്ത് ക്രിസ്തുവാണ് ജീവൻ നിലനിർത്തുന്ന അപ്പമെന്നും അവരിന് വേണ്ടി എന്നെ മുറിച്ചു വിളമ്പി എന്നെ അപ്പമായിട്ട് അർപ്പിക്കുന്നതാണ് ജീവിതമെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ എന്റെ വിശപ്പ് മറ്റുള്ളവരുടെ വിശപ്പ് കാണാനുള്ള കണ്ണു തുറക്കും. അക്ഷയത്വത്തിലേക്ക് വരികയാണ്. ആദ്യത്തേത് അടിമത്തമാണ്. എന്റെ വിശപ്പ് എന്റെ ആവശ്യത്തിൽ കുടുങ്ങി ഞാൻ മരിക്കാൻ പോവാണ്. അതിന് പകരം അവരെന്റെ വിശപ്പിലേക്ക് ഞാൻ മിഴി തുറക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായിട്ട് ജീവിതം മാറും. ഞാൻ ഈ വിശപ്പ് അനുഭവിക്കുന്നത് പോലെ വിശപ്പ് അനുഭവിക്കുന്ന അനേകായിരങ്ങൾ കോടികൾ അവരുടെ മധ്യയാണ് ഞാനെന്നും അതുകൊണ്ട് എന്റെ വിശപ്പ് അവരുടെ വിശപ്പിനോളം വരില്ലെന്നും എനിക്ക് ബോധ്യമുണ്ടാകുകയും എന്റെ വിശപ്പിന് ഭക്ഷണം ക്രിസ്തുവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ എന്റെ വിശപ്പിനെ മറികടന്ന് അവരെന്റെ വിശപ്പിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറാൻ എനിക്ക് പറ്റും. അങ്ങനെ സ്വയം നിഷേധത്തിന്റെ വഴി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അക്ഷയത്വത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റുക. അപ്പൊ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റുക എന്ന് വെച്ചാൽ മനസ്സിനെ അടിച്ചമർത്തുക എന്നുള്ളതല്ല, മനസ്സിനെ തുറന്നു വെക്കുകയും ക്രിസ്തുവിനെ മനസ്സായി സ്വീകരിക്കുകയും അവനിലേക്ക് വളരുകയും ചെയ്യുന്നതിനർത്ഥം, ദൈവ മനസ്സിലേക്ക് വളരുക എന്നർത്ഥം. രണ്ടാമത് നമ്മെ കീഴ്പ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് സമ്പത്ത് തന്നെയാണ്. സമ്പത്ത് ഒരു വലിയ ആധിപത്യമായി നമ്മുടെ മുമ്പിലുണ്ട്, നമ്മെ കീഴ്പ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇല്ലായ്മകൾ വല്ലായ്മകളൊക്കെ നിരന്തരം ഭാരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അക്ഷയമായ ഒരു ലോകം ഉണ്ടാകണമെങ്കിൽ സമ്പത്ത് നമ്മുടെ മേൽ പിടിമുറുക്കുന്നതില്ലാണ്ടാവണം. സമ്പത്ത് നമ്മുടെ മേൽ പിടിമുറുക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഭൗതിക സാഹചര്യം ഉണ്ടാകണം. ഈ ഭൗതിക സാഹചര്യം അങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം സമ്പന്നൻ കൂടുതൽ സമ്പന്നനാകുമ്പോൾ ഓവർഫ്ലോ ഉണ്ടാകും. ആ ഓവർഫ്ലോ കൊണ്ട് ദരിദ്രനും കിട്ടും എന്ന് പറയുന്ന കുത്തക കമ്പോള മുതലാളിത്തത്തിന്റെ വ്യവസ്ഥയെ പാപ്പ എതിർക്കുന്നുണ്ട്. അങ്ങനെ പാപ്പ കമ്മ്യൂണിസ്റ്റുകാരനായി മാറുന്ന ആളുകൾ പറയാനിടയായി. വാസ്തവത്തിൽ നാം കണ്ടതാണ്, ഈ ഗ്ലാസ് വളർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും തൃപ്തിയില്ലാത്തതാണ്. സാമ്പത്തിക മോഹം, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും അറുതിയില്ലാത്തതാണ്, വളർച്ചയുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് എത്ര ചെന്നാലും അതിൽ നിറയില്ല. ഒരിക്കലും നിറയാത്തത് കൊണ്ട് തന്നെ കവിഞ്ഞു ഒഴുകില്ല. ഒരിക്കലും ഔദാര്യമായത് മറ്റുള്ളവരിലേക്ക് എത്തില്ല. നമുക്കറിയാലോ, കാശ് കൂടുതലുള്ളവരാണോ കുറവുള്ളവരാണോ ഔദാര്യ സ്വഭാവമുള്ളവർ? വളരെ എളുപ്പമാണ്. കാശ് കുറവുള്ളവരാണ്. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ കണ്ണീര് ഉണ്ടാകുന്നതും ഹൃദയം അലിയുന്നതും ഒക്കെ ആരാണ്? ഇല്ലാത്തവരാണ്, ഉള്ളവരല്ല. ഉള്ളവർക്ക് അവരുടെ സാമ്രാജ്യം നഷ്ടപ്പെടുമെന്ന ഭയമാണ്. അപ്പൊ അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. സമ്പത്ത് ഒരു വ്യവസ്ഥിതി എന്ന നിലയ്ക്ക് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതൊരു വിമോചനം ആവശ്യമുണ്ട്. അതിന് തള്ളിക്കളയാൻ കഴിയില്ല. അത് ക്രൈസ്തവ ധാർമ്മികത കൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയുന്നത് എങ്ങനെയാ? നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ കഴിയും. സമ്പത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്താണ്? സമ്പത്ത് നമ്മളെ കീഴ്പ്പെടുത്തുന്നു, സമ്പത്തിന്റെ ഇല്ലായ്മ നമ്മളെ വിഷമിപ്പിക്കുന്നു, കടം ഭാരം വരുന്നു. ഇങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിന്റെ ഭാവതലത്തിൽ ഏറ്റവും പ്രഷർ ചെയ്യുന്ന, അമർത്തുന്ന ഒന്നായിട്ട് സമ്പത്ത് വരുന്നുണ്ടോ? ഭൗതിക ജീവിതം സമ്പത്താണ് നിയന്ത്രിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ സമ്പത്ത് നമ്മുടെ മേൽ
ഭാരം ചുമത്തും അധീശത്വമുള്ളതായിട്ട് മാറും. സമ്പത്ത് നമ്മെ കല്ലറയ്ക്കകത്ത് മൂടിവെക്കും. സമ്പത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ, അവന്റെ ജീവിതമെന്ന് ചിന്തിക്കാൻ, ക്രിസ്തുവിലേക്കുള്ള അവന്റെ പ്രയാണമെന്ന് ചിന്തിക്കാൻ, ജീവിതത്തിന്റെ ലക്ഷ്യം സമ്പത്തല്ല എന്ന് ഹൃദയത്തിന് പറയാൻ കഴിയുമ്പോഴാണ് ചുറ്റുവട്ടത്തുള്ള ഈ ഭാരം നമ്മെ ബാധിക്കാതെയാകുന്നത്. തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരുവനിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ മാത്രമേ, ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ക്രിസ്തുവിനെ കാണാൻ കഴിയുമ്പോൾ മാത്രമേ സമ്പത്ത് നമ്മളെ ഭരിക്കാതെയാകൂ. അതുകൊണ്ട് കടം, ഭാരം, സമ്പത്ത് അത് നമ്മളെ ഭരിക്കാനിടയാകരുത്. അവയ്ക്ക് നമ്മുടെ മേൽ അധികാരമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയണം. ഭാരപ്പെട്ട് ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ നമ്മളെ അത് അടിമപ്പെടുത്തും. മറ്റൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല, പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ അകത്ത് പ്രധാനപ്പെട്ടായി നിൽക്കുന്നത് സമ്പത്താണ്. അപ്പൊ സമ്പത്ത് ഇങ്ങനെ ആധിപത്യം പുലർത്തുന്നുണ്ടോ? സമ്പത്താണോ ജീവനെ നിലനിർത്തുന്നത്? ജീവനെ നിലനിർത്തുന്നത് കർത്താവാണ്, യേശുവിലാണ് ജീവൻ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ സമ്പത്തിന്റെ ആധിപത്യം നഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ സമ്പത്തുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടതായി കരുതുന്നത്. പണം ഉണ്ടാകണ്ടേ, പണമുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ കഴിയൂ എന്ന് ചോദിക്കുന്നിടത്ത് പണമാണോ പ്രധാനം? ജീവൻ നിലനിർത്താൻ പണത്തിന് കഴിയുമോ? രോഗം സുഖപ്പെടുത്താൻ പണത്തിന് കഴിയുമോ? അപകടമില്ലാതിരിക്കാൻ പണത്തിന് കഴിയുമോ? പണം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ്. സമ്പത്ത് മനുഷ്യന്റെ ഉപയോഗത്തിനുള്ള വ്യവഹാരത്തിനുള്ള ഒരു വ്യവസ്ഥയും സംവിധാനവും മാത്രമാണ്. ജീവനെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ജീവന്റെ ഉടയവൻ ദൈവമാണ്. ഓരോ മനുഷ്യനിലും അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനാണ് പ്രധാനം, സമ്പത്തല്ല പ്രധാനം. നമ്മളിപ്പോ സമ്പത്തിന്റെ നഷ്ടത്തെക്കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത്, മനുഷ്യനെ കുറിച്ചല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവൻ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് എപ്പോ കരുതാൻ കഴിയുന്നുവോ, ആശ്രയത്വം ഉണ്ടാകുന്നുവോ, അപ്പോഴാണ് യഥാർത്ഥത്തിൽ വിമോചനം പ്രാപിക്കാൻ കഴിയുക. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ആകാശത്തിലെ കുരുവികളെ കുറിച്ച് പറയുന്നില്ലേ? അവിടെ നമ്മുടെ അധ്വാനമല്ല നമ്മെ നിലനിർത്തുന്നത്. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ അധ്വാനിക്കണം. അധ്വാനം സമ്പത്ത് തരും. സമ്പത്ത് എന്തിനുള്ളതാണ്? സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. സമ്പത്ത് ദൈവദാനമാണെന്നും അതെന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും എനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ സമ്പത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് എനിക്ക് വിമോചനം പ്രാപിക്കാൻ പറ്റൂ. അങ്ങനെ സമ്പത്ത് എന്റെ മേൽ ഉടമാവകാശം പുലർത്തുന്ന രീതിയിൽ എന്നെ ഭരിക്കാൻ തുടങ്ങിയാൽ ഞാൻ അക്ഷയത്വമില്ലാത്തയാളായിട്ട് മാറും, ക്ഷയിച്ചു പോകും, ദുഃഖമുണ്ടാകും, നിരാശയുണ്ടാകും. ദുഃഖവും നിരാശയൊക്കെ നിരന്തരം നമ്മെ ക്ഷയിപ്പിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. രോഗാവസ്ഥകൾ പോലും ഉണ്ടാകുന്ന കഠിനമായ ദുഃഖത്തിൽ നിന്ന് നിരാശയെന്ന്. നിരാശരായ അനേകർക്ക് രോഗമുണ്ട്. അവരുടെ രോഗാവസ്ഥ പിന്നെയും അവരെ നിരാശപ്പെടുത്തുന്നു. ആ നിരാശ അവരെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ദുഃഖം ക്ഷയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദുഃഖിച്ചു കഴിയുമ്പോൾ ഷോൾഡറൊക്കെ ഇടിഞ്ഞ് സങ്കടത്തോടെ മനുഷ്യൻ നടക്കുന്ന കണ്ടിട്ടില്ലേ? കൂനിക്കൂടി ദുഃഖം ഭരിക്കുക. അപ്പൊ അതുകൊണ്ട് അക്ഷയത്വം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്ന് വിമോചനം ഉണ്ടാകണം, സ്വാർത്ഥത്തിൽ നിന്ന് വിമോചനം ഉണ്ടാകണം. അതുണ്ടാകുന്നത് എവിടെ വെച്ചാണ്? അതുണ്ടാകുന്നത് സമ്പത്ത് നമ്മെ കീഴ്പ്പെടുത്താത്തപ്പോഴാണ്. സമ്പത്ത് നമ്മുടെ ആവശ്യത്തിനുള്ളൊരു കാര്യമാണ്. സമ്പത്ത് നമ്മുടെ അധിപനല്ല. പണത്തെ അധിപനായി കരുതുമ്പോൾ നമ്മൾ പണത്തെ ദൈവമായിട്ട് ആരാധിക്കും. മറ്റൊന്ന് നമ്മുടെ ശരീരമാണ്. എല്ലാം ശരീരത്തെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത. ഈ ലോകത്ത് നാം ജീവിക്കുന്ന ഈ ശരീരം അക്ഷയമായ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള, സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഒരു മുന്നോടി മാത്രമാണ്. അതുകൊണ്ട് ഈ മുന്നോടിയെക്കുറിച്ചാണ് നമുക്ക് ഉത്കണ്ഠ മുഴുവൻ. ശരീരം ക്ഷയിക്കുന്നു, രോഗം വരുന്നു, നമ്മൾ തകർന്നു പോവാണ്. നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പറയുന്നത് ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ജീവിക്കുന്ന, ആത്മാവുള്ള കാലത്തോളം ഞാൻ ജീവിക്കുന്നു, ക്രിസ്തു നമ്മിലുള്ള കാലത്തോളം ജീവിക്കുന്നു എന്നല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമുള്ള കാലത്തോളം ശരീരത്തിൽ അഭിമാനിക്കുകയും ശരീരത്തിൽ ആശ്രയിക്കുകയും ശരീരത്തിന് ക്ഷയമുണ്ടാകുമ്പോൾ പതറിപ്പോവുകയും ചെയ്യുന്നു. എന്റെ ബാഹ്യ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആന്തരിക മനുഷ്യൻ അനുനിമിഷം ശക്തി പ്രാപിക്കുന്നു എന്ന കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ മാത്രമേ, എന്റെ ശരീരത്തിന്റെ പരിമിതികൾ എന്നെ മൂടുകയില്ല എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ശരീരത്തെയും എനിക്ക് ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവണതകളിലേക്ക് ഞാൻ പോകേണ്ടി വരും. നിങ്ങൾ ജഡത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും. ആത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ശരീരത്തിന്റെ പ്രവണതകൾ നമ്മെ മൂടുന്നുണ്ടോ? ശരീരത്തിന്റെ പ്രവണതകളെ അതിജീവിക്കാൻ എന്ത് ചെയ്യണം? ശരീരം അപ്രധാനമാണ് എന്നറിയണം.
ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ക്രിസ്തുവിന്റെ വചനം ആത്മാവും ജീവനുമാണ്. എങ്ങനെ ശരീരം ഉപകരിക്കുന്നില്ല എന്ന് പറയുന്നത്? അത് വ്യക്തിപരമായി എനിക്ക് നിലനിൽപ്പുള്ള കാര്യമല്ല. ശരീരത്തിന് ഉപകാരമുണ്ട്. അതെന്താണ്? അത് സഹിക്കാൻ കൊള്ളാം, അവരന് വേണ്ടി വിഭജിച്ചു കൊടുക്കാൻ കൊള്ളാം. അവനവന് സഹിക്കാനും അവരന് വേണ്ടി വിഭജിച്ചു കൊടുക്കാനും അധ്വാനിക്കാനും എനിക്ക് ശരീരം ആവശ്യമുണ്ട്. ശരീരത്തിന് ധർമ്മം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ശരീരം കേവലമായൊരു സ്വകാര്യ വസ്തുവല്ല. അത് അവനവന് നിലനിൽക്കുന്നതല്ല, അവനവന് വേണ്ടി നിലനിർത്താവുന്നതല്ല. ഇത് ക്ഷയോന്മുഖമായതാണ്. ശരീരത്തിന് പുറത്ത് കടക്കാൻ എനിക്ക് കഴിയുന്നത് എന്റെ സ്നേഹപ്രവൃത്തി മൂലമാണ്. ഇപ്രകാരം ഒരു പ്രവൃത്തി എനിക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് അക്ഷയത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇനി അവനവനിലെ അഭിമാനം, എന്റെ അഭിമാനം, ഞാനെന്ന ബോധം, അതൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോഴോ, അത് കീഴ്പ്പെടുത്തുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. അതിന്റെ അവസാനം എന്താണ്? ദുഃഖമാണ്. കാരണം എനിക്ക് ഞാനായി നിലനിൽക്കാൻ കഴിയില്ല. ഞാൻ എന്നത് മറ്റുള്ളവരുമായി ബന്ധത്തിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമാണ്. ദൈവവുമായും സഹോദരനുമായും ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവതലമാണ് ഞാൻ. അതിനപ്പുറം ഞാനില്ല, എനിക്ക് നിലനിൽപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്കൊരു പേരുണ്ട്, വിളിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പേര് കൊണ്ട് എന്താ ഗുണം? നമുക്കൊക്കെ നമ്മുടെ പേരിലൊക്കെ അഭിമാനം ഉണ്ടല്ലോ. നമ്മുടെ പേര് എവിടെയാണ് ഉണ്ടാവുന്നത്? മറ്റുള്ളവരിലാണ്. രണ്ടു പേർക്കാണ് നമ്മുടെ പേര് കൊണ്ട് ആവശ്യം. ഒന്ന് ദൈവത്തിന് നമ്മൾ വിളിക്കാൻ, ഒന്ന് മറ്റുള്ളവർക്ക്. ഈ രണ്ടുപേരും നമ്മൾ വിളിക്കുന്നില്ലെങ്കിൽ നമുക്ക് അർത്ഥമില്ല, നമ്മുടെ പേരിന് അർത്ഥമില്ല. അപ്പൊ നാം നിലനിൽക്കുന്നത് നമ്മിലല്ലെന്നും അപരത്വത്തിലാണെന്നും ദൈവത്തിലാണെന്നും എത്രത്തോളം ഹൃദയബോധ്യം ഉണ്ടാകുമോ അത്രത്തോളം നാം ഞാൻ എന്ന അഭിമാന ബോധത്തിൽ നിന്ന് ദൈവത്തിൻ്റെതെന്ന ബോധ്യത്തിലേക്ക്, അവനോടുള്ള സ്നേഹത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റും. അപ്പൊ അഭിമാന ബോധം, സ്വാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കും. അക്ഷയത്വണ്ടാണെങ്കിൽ അതിനെ കൈവിടാൻ പറ്റണം. ഇനി സാമൂഹ്യ ബന്ധങ്ങളാണ്. ബന്ധങ്ങളെ നമ്മളിങ്ങനെ പരിശോധിക്കേണ്ടതാണ്. ഓരോ ബന്ധങ്ങളിലും നമ്മൾ നിലനിൽക്കുന്നത് നാമായി നിലനിൽക്കാൻ വേണ്ടിയാണോ അപരത്വത്തെ നിലനിർത്താൻ വേണ്ടിയാണോ? അവരനെ നിലനിൽക്കാനുള്ള ഇടമായിട്ട് എത്രത്തോളം മാറുമോ അത്രത്തോളം അവനവനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. തന്നുള്ളൊഴിഞ്ഞു വേണം അവരിനിടം കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നിൽ തന്നെ കുടുങ്ങി ജീവിക്കുമ്പോൾ അവരിനിടം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ തന്നെയാണ് എന്നെ നിറഞ്ഞു വസിക്കുന്നത്. ഇരിക്കാൻ വേറെ സ്ഥലമില്ല, കിടക്കാൻ വേറെ സ്ഥലമില്ല. പിന്നെ വേറൊരാളെ എങ്ങനെ അകത്ത് കയറ്റുക? അപ്പൊ ആദ്യം ഞാൻ എന്നിൽ നിന്ന് പുറത്ത് കിടക്കണം, ക്രിസ്തുവിൽ ഞാൻ അഭയം ഗമിക്കണം. അപ്പോ ഞാൻ മറ്റുള്ളവർക്ക് ഇടമായിട്ട് മാറും. അങ്ങനെ മറ്റുള്ളവർക്ക് ഇടമായി മാറാൻ എത്രത്തോളം കഴിയുന്നുവോ സാമൂഹ്യ ബന്ധങ്ങളിലാണെങ്കിലും ഉദ്ധാനത്തിന്റെ അനുഭവം ഉണ്ടാവും. അല്പം സമയത്തായിരിക്കും ഉണ്ടായാലും നിങ്ങളിത് മുഴുവൻ കേൾക്കണമെന്നാണ് അപേക്ഷ. കാരണം ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അവിടെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, ഗോതമ്പ് നിലത്ത് വീണ് അഴുകുന്നത് പോലെ അഴുകണം, അഴുകിയാൽ ഫലം പുറപ്പെടുവിക്കും. നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള കാര്യമാണ്. ഈ അഴുകിത്തീരൽ എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് വരാനായിട്ടാണ് ബുദ്ധിമുട്ട്. ഈശോ തുടർന്ന് പറയുന്നുണ്ട്, ആരെങ്കിലും സ്വജീവനെ നഷ്ടപ്പെടുത്തിയാൽ, എന്നെ പ്രതി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അത് നേടും. ആരെങ്കിലും സ്വന്തം ജീവനെ നേടാൻ നോക്കിയാൽ അത് നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് തന്നെ നിലനിൽക്കാനുള്ള ഇടമായിട്ട് ജീവിതത്തെ കാണുമ്പോൾ അത് നഷ്ടപ്പെടും. അതേസമയം അപരത്വത്തിന് വേണ്ടി ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കുന്നവരായിട്ട് മാറുമ്പോൾ നിങ്ങൾ നേടും. യേശുവിനെ ലോകത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ് ജീവിത ദൗത്യം. അവനെ പ്രതിയാണ് ജീവിതം. അവനെ പ്രതിയാകുമ്പോൾ അപരത്വത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. അങ്ങനെ മരിക്കുമ്പോൾ നമ്മൾ ജീവൻ പ്രകാശിപ്പിക്കുന്നവരായിട്ട് മാറും. ഈശോ പറഞ്ഞല്ലോ, സ്നേഹത്തിന്റെ അടയാളം എന്താണെന്ന്. സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശു സ്നേഹിതനാണെങ്കിൽ, ഉദ്ധിതനായ അവനാണ് ജീവിക്കുന്നതെങ്കിൽ അവരന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കും. അവരന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവനവനെ ഉപേക്ഷിക്കുമ്പോൾ ജീവനിലേക്ക് പ്രവേശിക്കും. ഇപ്പൊ ജീവന്റെ അടയാളമായി അക്ഷയത്വത്തിന്റെ കാര്യമായിട്ട് പറയുന്നത് സ്വയം ഉപേക്ഷയുടെ വഴിയാണ്, അവരോന്മുഖമായ ജീവിതമാണ്. അപ്പൊ ദുഃഖം അകലും. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. അപ്പൊ സാധാരണ നമ്മൾ ഒരാൾ തോൽപ്പിക്കുന്നു, നമുക്ക് സങ്കടം ഉണ്ടാവുമല്ലോ, നിരാശ ഉണ്ടാവുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയാൾ ജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലോ പ്രശ്നം തീർന്നില്ലേ? നമ്മൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നു, അവരൻ നമ്മളെ തോൽപ്പിക്കുന്നു, നമുക്ക് സങ്കടം ഉണ്ടാവുന്നു. അതിനു പകരം അവരൻ ജയിക്കണമെന്നതാണ് ജീവിത ലക്ഷ്യമെങ്കിൽ, അവരോന്മുഖമാണ് ജീവിതമെങ്കിൽ, അവരന് നേട്ടമുണ്ടാകണം, നന്മ ഉണ്ടാകണം, അവരൻ ജയിക്കണം എന്നാണ് നമ്മൾ
തീരുമാനിക്കുന്നതെങ്കിൽ ഒരു തർക്കത്തിൽ അവരൻ ജയിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. യഥാർത്ഥത്തിൽ നാം ജയിക്കും. അപ്പൊ നമുക്ക് ജയം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർ ജയിക്കാൻ നാം തീരുമാനമെടുക്കണം. പറയുന്നത്ര ലളിതമായ കാര്യമല്ല. നാം എപ്പോഴും എതിരാളിയെ തോൽപ്പിക്കാനാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ മുഴുവൻ യുദ്ധസമാനമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് വളരെ സ്വാത്വികരെന്ന് പറയുന്ന ആളുകൾ പോലും അപരത്വ നിഷേധത്തിന്റെ ആളുകളായി ഫാസിസ്റ്റ് മുഖമുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കണേ. ഈ അപരത്വ നിഷേധം എന്ന് പറയുന്ന എക്സ്ക്ലൂസീവായ ഒരു മനോഭാവം നമ്മുടെ അകത്ത് നിലനിൽക്കുന്നു. കാരണം എന്താണ്? അവൻ തോൽക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം. നമ്മൾ നിലനിൽക്കണം. ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ നഷ്ടപ്പെടുന്നു, നമ്മൾ തോറ്റുപോകുന്നു. നമ്മൾ എവിടെയാണ് തോറ്റത്? അവനവനെ ജയിക്കാൻ കഴിയാതെ പോകുന്നു. അവരൻ ജയിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നാം നമ്മെ ജയിക്കുന്നു, ഒന്നാമത്. രണ്ടാമത്, നമ്മുടെ ഇഷ്ടം ജയിക്കുന്നു. കാരണം അവരൻ ജയിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം, അത് നിറവേറി. അങ്ങനെ ജയിക്കാൻ കഴിയുന്നത്, അക്ഷയത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് അവനവനെ നിഷേധിക്കുമ്പോഴാണ്. നുഹറിന്റെ ലേഖനം 15-ാം അധ്യായം 52-ാം തിരുവചനം പറയേണ്ട അവസാന കാഹളം മുഴങ്ങുമ്പോൾ നമ്മൾ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ആ അക്ഷയത്വാനുഭവം ആനുകാലിക ലോകത്ത് സാധ്യമാകണം. അതെങ്ങനെ സാധ്യമാകുക? സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് അക്ഷയത്വവും ബഹുമാനവും ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. റോമർ 2:7 നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അക്ഷയത്വവും ബഹുമാനവും ആഗ്രഹിക്കുന്നവർ സൽക്കർമ്മത്തിൽ നിലയുറപ്പിക്കണം. അപ്പോ നിത്യജീവൻ നമുക്ക് അനുഭവമാവും. അപ്പോൾ അക്ഷയത്വത്തിന് പ്രധാന കാരണമായിട്ടുള്ളത് ദുഃഖത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ജീവിതത്തിന്റെ വ്യതകളിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയോടുകൂടുള്ള ജീവിതം അനുഭവിക്കാൻ പറ്റും. അക്ഷയരായി മാറും. ദുഃഖം നമ്മെ ക്ഷയിപ്പിക്കില്ല, നിരാശ നമ്മെ തകർക്കില്ല, ലോകം നമ്മുടെ മേലെ ആധിപത്യം പുലർത്തില്ല, ശരീരം നമ്മെ ദ്രവിപ്പിക്കുകയില്ല. ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മെ കണ്ടുമുട്ടാൻ പറ്റും. അക്ഷയത്വമുള്ള, നശിച്ചു പോകാത്ത ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കും. ഇന്ന് അത് സാധ്യമാണ്. ഇത് നാളെ ഭാവിയിൽ സംഭവിക്കേണ്ട, മരണശേഷം സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് മാത്രമല്ല കണ്ടത്, ഇന്നേ അത് സംഭവിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് അകലാൻ പറ്റുക? നാശമില്ലാത്തവരായിട്ട് മാറും. രണ്ടാമത്തേത് ലഘുത്വമാണ്. ഭാരക്കുറവ് അനുഭവപ്പെടണം. ഇപ്പോ യേശു ഉദ്ധിതനായി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടും. ഭാരമില്ല. എന്തുകൊണ്ടാണ് ഭാരരാഹിത്യം ഉണ്ടാകുന്നത്? എന്താണ് ഭാരം? ലഘുത്വം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗുരുത്വം കൈവിടണമെന്നാണ്. നമ്മൾ പറയുന്ന ഗുരുത്വം വേറൊരു അർത്ഥത്തിൽ പറയാറുണ്ട്. ഭൂഗുരുത്വാകർഷണം കൈവിട്ടാലേ നമുക്ക് പറക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ശൂന്യാകാശത്ത് നമ്മൾ പറക്കുന്നത്. ഗുരുത്വം, ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ഗുരുത്വം നമ്മൾ പറയും. ഗുരുത്വം എന്ന് പറയുന്നത് ഒരു ലഘുത്വമാണ്. അവനവൻ ചെറുതാണെന്ന് പറയുമ്പോൾ മാത്രമേ, യോഹന്നാൻ 3:30 പറയുന്നത് പോലെ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഞാൻ കുറയുമ്പോൾ മാത്രമേ എനിക്ക് അവനെ അനുഭവിക്കാൻ പറ്റൂ. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. നമുക്ക് അറിവില്ലാന്ന് ബോധ്യമുണ്ടെങ്കിൽ അറിവ് സ്വീകരിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് അങ്ങനെയാ, നമുക്കറിയാം, എനിക്കറിയാം എന്നാണല്ലോ നമ്മൾ പറയണേ. അങ്ങനെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ അറിവ് എന്നിലേക്ക് നിറയുന്നത് ഇല്ലാണ്ടായിപ്പോ. നമുക്കറിവില്ല. നമുക്ക് എന്തറിയാം? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, പല കാര്യങ്ങൾ പറയുന്നു, കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നുന്നു എന്തിനറിവാന്ന്. പക്ഷെ എനിക്കറിയാം, എനിക്കറിയില്ല എന്ന്. ഞാൻ അറിഞ്ഞ ഏറ്റവും വലിയ അറിവ് എനിക്ക് അറിവില്ല എന്നുള്ളതാണ്. അറിയുന്തോറും ഞാൻ എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അറിവില്ലാത്ത ഒരാളായിട്ടാണ്. അത് കേവലം ഭംഗിവാക്ക് പറഞ്ഞതല്ല. ലോകത്തെ പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. എനിക്കറിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ, ഞാൻ വായിച്ചിട്ടില്ലാത്ത എത്രയോ ഗ്രന്ഥങ്ങൾ, കണ്ടിട്ടില്ലാത്ത എത്രയോ ലോകങ്ങൾ, എത്രയോ സിനിമകൾ, കലാരൂപങ്ങൾ, മനുഷ്യർ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ. അറിവെന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എത്താൻ പോലും പറ്റില്ല. അത്രത്തോളം ചെറുതാണ് നമ്മൾ. അപ്പൊ ഞാനെന്ന് പറയുന്ന ഈ അറിവ് കുറവിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ എന്നിലേക്ക് അറിവ് പ്രവഹിക്കൂ. ഗുരുത്വം എന്ന് പറയുന്നുണ്ടാവണം. ആരാണ് ഗുരു? ഗുരു യേശുവാണ്. യേശു പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 13:13, ഞാൻ ഗുരുവും കർത്താവുമാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവാണ്. അപ്പൊ ക്രിസ്തുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. ക്രിസ്തുവിനെയാണ് ഗുരുവായിട്ട് കാണേണ്ടത്. ക്രിസ്തു ഗുരുവാകുമ്പോൾ ഞാൻ ലഘുവാകും, ഞാൻ ഭാരരഹിതനാവും. അങ്ങനെ ക്രിസ്തുവാണോ എന്റെ അറിവിന്റെ പൂർണ്ണതയായിട്ടുള്ളത്? ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അവനാണോ എന്റെ അറിവിന്റെ പൂർണ്ണത? നമ്മൾ പലപ്പോഴും നമ്മൾ അറിവിന്റെ പൂർണ്ണതയുള്ളവരും എല്ലാം തികഞ്ഞവരുമായിട്ട് ചിന്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അറിവ് വേണ്ട, അറിവ് നമുക്കുണ്ട്. അറിവ് ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല. അറിവ് പ്രകൃതിയാൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അറിവ് നിങ്ങളുടെ അകത്തുള്ളതാണ്.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്, അറിവ് നിങ്ങളുടെ അകത്തുണ്ട്. ലോകത്തെ വിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്തുള്ള അറിവുമായി അതിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയാണ്, ഒത്തുനോക്കലാണ്, അല്ലെങ്കിൽ ഉണർത്തലാണ്. ഉള്ളിന് ഉണർത്തലാണ് അറിവ് നൽകുക. ഒരു പുസ്തകം വായിക്കുന്നു, അതൊരു പുതിയ അറിവ് നൽകുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള അറിവാണ് ഉണരുന്നത്. ആ പുസ്തകത്തിലെ അറിവ് നിങ്ങളിലേക്ക് സംക്രമിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ അകത്ത് അറിവ് ഉണരുന്നു. അതിനെഴുതാത്തത് പലതും നിങ്ങൾ വായിക്കുന്നു. പുതിയ ആശയലോകം നിങ്ങളുടെ മുമ്പിൽ തുറക്കുക മാത്രമാണ്. അതുകൊണ്ടാണ് മനുഷ്യർ എന്ത് കണ്ടെത്തുമ്പോഴും കണ്ടെത്തി എന്നാ പറയുന്നത്, ഇല്ലാത്ത കാര്യം എന്നല്ല പറയണേ. ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങൾ കണ്ടെത്തുന്നു. കണ്ടെത്തൽ മാത്രമേ ഉള്ളൂ, അതുള്ളതായിരുന്നു. അപ്പൊ ജീവിതത്തിനകത്ത് ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്നിവ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ്. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, ജീവിതം ഭാരരഹിതമായി മാറുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധ മത്തായി സുവിശേഷം 6:26, ഒരു ആശ്രയത്വം ഉണ്ടാവുകയാണ്. ആകാശത്തിലെ കുരുവികൾ അവിടെ തീറ്റിപ്പോറ്റുന്നുണ്ട്, എന്നെയും തീറ്റിപ്പോറ്റും. വയലിൽ ലില്ലികളെ അവിടെ നിന്ന് ഒടിപ്പിക്കുന്നുണ്ട്, എന്നെയും അണിയിച്ചൊരുക്കും. അതുകൊണ്ട് എന്റെ ജീവിതത്തിന് നേതാവായി ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്നൊരു ഭാരരാഹിത്യമുണ്ട്. അവന്റെ കൈകളിലാണ് എന്നൊരു ബോധ്യം. എന്റെ കഴിവിലും പ്രയത്നത്തിലുമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ നിശ്ചയമായും ഞാൻ എന്റെ രാജാവാകുകയും ഞാൻ എന്നെ ഭരിക്കുകയും ഈ ഭാരം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഹൃദയഭാരമുള്ളവരായിട്ട് മാറുന്നു. ഹൃദയഭാരം ഒഴിയണമെങ്കിൽ ആശ്രയത്വം ഉണ്ടാകണം, അപ്പോൾ ലഘുത്വം ഉണ്ടാവും. എന്തൊക്കെയാണ് നമ്മെ ഭരിക്കുന്നത്? സമ്പത്ത് നമ്മളെ ഭരിക്കുന്നുണ്ട്, ബന്ധങ്ങൾ ഭരിക്കുന്നുണ്ട്, ഇഷ്ടങ്ങൾ ഭരിക്കുന്നുണ്ട്, മോഹങ്ങൾ ഭരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭരിക്കുന്നത് എന്താണോ എന്ന് തിരിച്ചറിയണം. ക്രിസ്തുവാണ് കേന്ദ്രമെന്ന് വരണം. ക്രിസ്തു എന്നെ ഭരിക്കണമെങ്കിൽ ഞാൻ ലഘുവാകണം. നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധമ്മയുടെ മനോഭാവത്തോടെ ദൈവത്തിന് നിൽക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഭാരരഹിതരാകും. അവൻ എന്നെ കാത്തുകൊള്ളും. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപ് നടക്കും. ഇസ്രായേലിന്റെ പരിപാലകനായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഈ ഒരു ബോധ്യത്തോടെ, ആശ്രയബോധത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിത പ്രയത്നങ്ങളൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അത് നമ്മെ ഭരിക്കാനിടയാകില്ല. ഭാരരഹിതമായ ജീവിതം നമുക്കുണ്ടാവും. ഹൃദയഭാരം അകലും. രണ്ടാമത്തെ ഹൃദയഭാരം അകലേണ്ട കാര്യം മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിലുള്ള പരിശോധനയാണ്. അവരൊക്കെ നമ്മുടെ മേലെ ആധിപത്യം പുലർത്തുന്നതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിൽ കുടുങ്ങിപ്പോകുന്നതുകൊണ്ടാണ്, തിരികെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. എല്ലാ ഹൃദയഭാരം ഉണ്ടാകുന്ന എങ്ങനെ? അവർ നമ്മളെ സ്നേഹിക്കണം എന്ന ആഗ്രഹം, സ്വാർത്ഥത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി. അവിടെ നിന്നാണ്. അവർ നമ്മളെ സ്നേഹിക്കാനല്ല ലോകത്ത് വന്നിട്ടുള്ളത്, നമ്മൾ അവരെ സ്നേഹിക്കാനാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നാം അവരെ സ്നേഹിക്കുന്നു. അങ്ങനെയല്ലാതെ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണമെന്ന ശാഠ്യം ഉണ്ടാവുമ്പോൾ ആ ശാഠ്യം സ്വാർത്ഥമാകുന്നു. ആ സ്വാർത്ഥം നിങ്ങളെ ഭരിക്കുന്നു, ഹൃദയം ഭാരപ്പെടുന്നു. അതുകൊണ്ടാണ് ബന്ധങ്ങളിൽ തകർച്ചയും ഭാരം ഉണ്ടാകുന്നതിന്റെ കാര്യം അതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ആരെങ്കിലുമൊക്കെ ഭാരപ്പെടുത്തുന്നുണ്ടോ? അവരുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടോ? ചിലർക്ക് അങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും അഭിപ്രായം പറയും, എല്ലാറ്റിലും കയറി ഇടപെടുകയും അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സ്വതന്ത്രമായി. നമുക്കുള്ള കടമ എന്താ? സപ്പോർട്ടിംഗ് ആണ്, തുണയായി നിൽക്കാനാ, സഹായിയാകാനാ. എല്ലാവരെയും നിയന്ത്രിക്കാനും ഉപദേശിച്ച് നേരെയാക്കാനും വേണ്ടിയല്ല നമ്മളുള്ളത്, സ്നേഹിക്കാൻ വേണ്ടിയാ, കരുണയോടെയാണ്. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ പോലെ അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? മറ്റുള്ളവരുടെ ജീവിതത്തിന് നിയന്താക്കളായി സ്വയം നമ്മൾ മാറുമ്പോൾ നമ്മൾ ഭാരമുള്ളവരായിട്ട് മാറും. അതേസമയം സ്വതന്ത്രതയോടെ അവരനു വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ളതാണ് ജീവിതം എന്ന ബോധ്യത്തോടെ ക്രിസ്തുവിൽ മുന്നേറാൻ കഴിയുമ്പോൾ ഭാരരഹിതരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. മൂന്നാമത്തത് ദീപ്തമായ കാര്യമാണ്, പ്രകാശിക്കണം. ഈശോ പറഞ്ഞു യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശം. വിശുദ്ധ മത്തായി സുവിശേഷം 5:14 പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പ്രകാശിക്കണം സൽപ്രവൃത്തികളിലൂടെയാണ്. എന്താണ് സൽപ്രവൃത്തി? ഏറ്റവും വലിയ സൽപ്രവൃത്തി ക്രിസ്തുവിൻ്റെതാണ്. കുരിശിൽ മരിച്ചതാണ്, അവരിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപരോന്മുഖമായി മാറുമ്പോൾ ദീപ്ത സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറും, പ്രകാശിക്കുന്നവരായിട്ട് മാറും. മത്തായി സുവിശേഷം 5:16 പറയാണ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ദൈവം മഹത്വപ്പെടണം, അപ്പോ നിങ്ങൾ പ്രകാശിതരാകും. അപ്പൊ നമ്മൾ പ്രകാശിക്കുന്നത്, ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് അങ്ങനെ പകർത്തി കൊടുക്കേണ്ടത്. ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മിൽ ജ്വലിക്കണമെങ്കിൽ സൽപ്രവൃത്തികളിലൂടെ മുമ്പോട്ട് പോകണം. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അപരോന്മുഖമായ ജീവിതമാണ്. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നു. അവരന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ പ്രകാശിതരായി മാറും. യോഹന്നാൻ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ അവിടുന്ന്
ദീപ്ത സ്വഭാവത്തിലാണ്, പ്രകാശത്തിന്റെ സ്വഭാവത്തിലാണ്. അതുകൊണ്ട് മുറിക്കകത്തേക്ക് കടന്നു വരാനായിട്ട് ഒരു കതക് പ്രശ്നമല്ല. നമുക്ക് ഹൃദയങ്ങളിലേക്കാണ് കടക്കേണ്ടത്. ഹൃദയങ്ങളിലേക്ക് കടക്കാൻ നമുക്ക് എങ്ങനെയാ കഴിയുക? നമ്മൾ ഭാരം കുറഞ്ഞവരായിട്ട് മാറുമ്പോഴാണ്, ദീപ്ത സ്വഭാവമുള്ളവരായിട്ട് മാറുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. പറയില്ല, ഒരു ചിരി ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയില്ല. അങ്ങനെയൊന്നും ചിരിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ചിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ കാണുമ്പോൾ ഒരാൾ ചിരിക്കുന്നു, നമ്മളറിയാതെ നമ്മുടെ ചുണ്ടു വിടരും, ഹൃദയം ഉണരും, അയാളെ സ്വീകരിക്കാൻ പറ്റും. ദേഷ്യത്തോടെ പെരുമാറുന്ന ഒരാളെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്ന ഒരു പരാതി, അദ്ദേഹം ചിരിക്കാത്ത മനുഷ്യനാണ്. പാപ്പയായപ്പോ ചിരിയായി. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ ഹൃദയം തുറക്കുന്നവരായിട്ട് മാറും. എല്ലാവർക്കും വേണ്ടിയാണ് ഞാനെന്ന് ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ ഹൃദയം തുറക്കാൻ പറ്റും. അപ്പോ ആ ഹൃദയം തുറക്കുമ്പോഴാണ് ദീപ്ത സ്വഭാവമുള്ളവരായിട്ട് നമുക്ക് മാറാൻ പറ്റുക. അവരിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദീപ്ത സ്വഭാവമുള്ളവരായിട്ട് മാറണം. ഏതടഞ്ഞ വാതിലിനകത്തേക്കും കടക്കാൻ കഴിയും. യേശുവിനെ അങ്ങനെ പ്രകാശ രൂപത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 14:16 കടലിന് മീതെ നടന്നു വരികയാണ്. ശിഷ്യന്മാർ ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ യേശു കടലിന് മീതെ നടക്കുന്നു. ഭാരരഹിതനായി, അത് പ്രകാശ രൂപനായി യേശു കടന്നു വരുന്നു. താബോർ മലയിൽ വെച്ച് നമുക്കറിയാം, അവിടുത്തെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. പ്രകാശിക്കുന്നവരായി മാറണം. ഈ പ്രകാശിക്കുന്നത് എങ്ങനെയാ? ഹൃദയത്തിനകത്ത് സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. എല്ലാറ്റിന്റെയും ഉപരിയായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ കാണുകയും അവനാണ് ജീവന്റെ നാഥനെന്നും അവനാണ് ജീവിതമെന്നും തിരിച്ചറിയുമ്പോൾ നാം ജീവിതത്തിൽ പ്രകാശിക്കുന്നവരായിട്ട് മാറും. ഇങ്ങനെ പ്രകാശിച്ച ഒരാളെ നമുക്ക് പഴയ നിമിത്തത്തിൽ കാണാം. മോശ ദൈവവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശിച്ചു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 34, 30, 35 നമുക്ക് കാണാം. അവിടെ മോശ ദൈവവുമായി സംസാരിച്ചതിനാൽ മുഖം പ്രകാശിക്കുന്നവനായി. അത് കണ്ടിട്ട് അവർ ഭയന്നു. മോശ മുഖം മറച്ചു. ദൈവത്തിന്റെ കൃപയുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ പ്രകാശിതരാകും. ഓരോ പ്രാർത്ഥനാ വേള കഴിയുമ്പോഴും കൂടുതൽ പ്രകാശിക്കുന്നവരായിട്ടാണ് നമ്മൾ മാറേണ്ടത്. സ്വാർത്ഥത്തിൽ കുടുങ്ങി സ്വന്തം ആവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകാശം ഉണ്ടാവില്ല. ദൈവം പറയുന്ന എന്താന്ന് കേൾക്കുകയും ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്ന അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ പ്രകാശിതരായി മാറും. അപ്രകാരം ജീവിതത്തിൽ ഏതവസ്ഥയിൽ നമുക്ക് പ്രകാശിക്കാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തിയിൽ 6:15 നമുക്ക് കാണാം. അവിടെ സ്തേഫാനോസ് പ്രകാശിക്കുന്നുണ്ട്. അവന്റെ മുഖം ദൈവദൂതൻ്റെതുപോലെ പ്രകാശിച്ചു. എപ്പോഴാണ്? അവനെതിരെ ആക്രമണം ഉണ്ടായപ്പോഴാണ്. ഇപ്പൊ മറ്റുള്ള അടിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ പ്രകാശം പരത്തിയാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് മാറും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അക്ഷയത്വത്തിന്റെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത്, ഉദ്ധാനത്തിന്റെ ജീവിതം ആവശ്യപ്പെടുന്നത് അക്ഷയം, ലഘുത്വം, ദീപ്തം എന്ന 3 ഭാവങ്ങളാണ്. ഈ 3 ഭാവങ്ങളിൽ നമുക്ക് ഭൗതിക ജീവിത ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് ഉദ്ധിതനോടൊപ്പമുള്ള ജീവിതമായി മാറുക, ഉദ്ധാനത്തിന്റെ ജീവിതമായി മാറുക. ഇനി രണ്ടാമതൊരു ഉദ്ധാനം നമുക്കുണ്ട്. മരണശേഷം നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള നിത്യപ്രവേശം. ആ നിത്യപ്രവേശത്തിന് മുന്നോടിയായി ഈ ജീവിതത്തിനകത്ത് ക്രിസ്തുഭാവം ധരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെയാണെങ്കിൽ ലോകസമക്ഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി സാക്ഷ്യമായി ജീവിക്കാൻ കഴിയും. ഹൃദയഭാരം അനുഭവിക്കുന്നവരാണോ? ക്ഷയിച്ചു പോകുന്നവരാണോ? പ്രകാശിക്കുന്നവരാണോ? എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്നത് വ്യക്തമായി പരിശോധിക്കാം. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാം. പ്രകാശിതരായി ജീവിക്കാൻ, ഭാരരഹിതരായി, അക്ഷയരായി ജീവിക്കാൻ, ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ പങ്കുകാരായി ഭൗമികവാസകാലം പൂർത്തിയാക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.